വെൽക്കം ബാക്ക് ടു സൈലന്റ് ലാൻഡ്. JC ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കളെ, നമുക്കറിയാം ക്രിസ്മസ് എക്സാമിൽ സോഷ്യൽ സയൻസ് എക്സാമിന് കുറഞ്ഞ നിമിഷങ്ങൾ കൂടി മാത്രമാണ് നമുക്ക് മുൻപുള്ളത്. ഈ ഒരു സമയത്ത് സാധാരണ പല ആൾക്കാരും പറയുന്നത്, സാർ സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരുപാട് പഠിക്കാനുണ്ട്, സോഷ്യൽ സയൻസിൽ പോയിന്റുകളൊക്കെ നമുക്ക് മനസ്സിലേക്ക് പെട്ടെന്ന് നിൽക്കുന്നില്ല, എന്തെങ്കിലും ട്രിക്സുകളോ കാര്യങ്ങളോ നിങ്ങൾക്ക് പറയാനുണ്ടോ എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കാറുണ്ട്. മക്കളെ, ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പ്രധാനമായിട്ട് പറയുന്നത് എങ്ങനെ വലിയ സോഷ്യൽ സയൻസിലുള്ള വലിയ ഏരിയാസ് ഒക്കെ എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാം, അതിനുള്ള കുറച്ച് മാർഗ്ഗങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത് വന്നിട്ടുള്ളത്. മക്കളെ, അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, ജോഗ്രഫിയിലെ 7ാമത്തെ ചാപ്റ്റർ. ആ ചാപ്റ്ററിനകത്തുള്ള കുറച്ച് ടോപ്പിക്സുകളാണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യം തന്നെ പറയുന്ന ഒരു ഭാഗമാണ് സിഗ്നിഫിക്കൻസ് ഓഫ് നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് അല്ലെങ്കിൽ ഉത്തര പർവ്വത മേഖലയുടെ പ്രാധാന്യത്തിനെ കുറിച്ച് എക്സാമിന് വരുന്നതാണ്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഒരു 5-6ഓളം പോയിന്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ള പോയിന്റിനെ ഞാനൊന്ന് ഷോർട്ട് ആക്കിയിട്ടാണ് ഞാൻ ഈ സ്ലൈഡിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലെ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ നോക്കിയോളൂ മക്കളെ. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയാൻ നോക്ക്, പ്രൊട്ടക്ടിങ് us from foreign invasion from the north since ancient times. അല്ലേ, പ്രധാനമായിട്ട് നമുക്കറിയാം ഈ പറയുന്ന വൈദേശിക ആക്രമണത്തിൽ നിന്നും ഒരു പരിധി വരെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇന്ത്യ രക്ഷിക്കുന്നുണ്ട്. അടുത്ത നോക്കി, ബ്ലോക്ക് ദ മൺസൂൺ വിൻസ് ആണ്, മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നു അല്ലെ, അതാണ് 2. മൂന്നാമത്തെ നോക്ക്, പ്രിവെന്റ് ദ ഡ്രൈ കോൾഡ് വിൻസ് ആണ്, ഈ പറയുന്ന വരണ്ട ശീതക്കാറ്റിനെ തടഞ്ഞു നിർത്തുന്നു. ഡൈവേഴ്സ് ഫ്ലോറ ആൻഡ് ഫോണ, വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുടെ കേന്ദ്രമാണ് അല്ലെ. അതേപോലെ തന്നെ നമുക്ക് സോഴ്സ് റീജിയൻ ഓഫ് റിവേഴ്സ് ആണ്, നദികളുടെ ഉത്ഭവ കേന്ദ്രം. മക്കളെ, ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഭാഗം ഞാനൊന്ന് ഷോർട്ട് ആക്കിയിട്ട് ഇവിടെ കൊടുത്തു. ഇനി ഇത് വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് ഷോർട്ട് ആക്കാൻ പറ്റും. അതെങ്ങനെയെന്നല്ലേ മക്കളെ, നിങ്ങൾ നോക്കിയാൽ മതി, ഒരൊറ്റ കാര്യം നിങ്ങൾ ഓർത്താൽ മതി. അതായത് ഇത് ചോദിക്കുകയാണെങ്കിൽ മക്കളെ, ഇത് ചോദിക്കുകയാണെങ്കിൽ ഒരു 4 മാർക്കിനാണ് എന്ത് ചെയ്യുക, അത് നിങ്ങൾ ചോദിക്കുക, ഒരു 4 മാർക്സിന് എന്ത് ചെയ്യും, ചോദിക്കും. അപ്പൊ അതിനകത്ത് ഒരു 4 പോയിന്റ് എങ്കിലും എന്ത് പഠിച്ചു വെക്കണം. മക്കൾ ആദ്യം ഓർത്ത് വെക്കേണ്ടത്, ഈ ബ്ലോക്ക് ചെയ്യുന്ന, അതായത് ഉത്തരപർവ്വത മേഖല എന്ത് ചെയ്യാൻ വെച്ചാൽ എല്ലാത്തിനെയും ബ്ലോക്ക് ചെയ്യാണ് അല്ലെ, എല്ലാത്തിനെയും എന്ത് ചെയ്യാണ്, തടഞ്ഞു നിർത്തുകയാണ്. എന്തിനൊക്കെയാണ് ഇത് ബ്ലോക്ക് ചെയ്യുന്നത്? 3 കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, തടഞ്ഞു നിർത്തുന്നുണ്ട്, ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് പ്രധാനമായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി, ഒന്ന് ഫോറിൻ ഇൻവേഷൻ ആണ് അല്ലെ, ഈ പറയുന്ന പുറമെ നിന്നുള്ള വിദേശത്ത് നിന്നുള്ള ആക്രമണമാണ്. ഒന്ന് ഫോറിൻ ഇൻവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, തടഞ്ഞു നിർത്തുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് വരുന്നത് എന്താണ്, ഈ പറഞ്ഞ മൺസൂൺ വിൻസിനെ അല്ലെ, മൺസൂൺ വിൻസിനെ തടഞ്ഞു നിർത്തി, മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി നോർത്ത് ഇന്ത്യയിൽ മഴ പെയ്യ്ക്കുന്നുണ്ട്. അതാണ് രണ്ടാമത് അല്ലെ, മൺസൂൺ വിൻഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, തടഞ്ഞു നിർത്തുന്നുണ്ട്, മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നുണ്ട്. മൂന്നാമത്തെ നിങ്ങൾ നോക്കിയാൽ മതി, ഡ്രൈ കോൾഡ് വിൻസ് ആണ്. ഡ്രൈ കോൾഡ് വിൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് തടഞ്ഞു നിർത്തുന്നുണ്ട്, ഈ പറഞ്ഞ ശീതക്കാറ്റിനെ, വരണ്ട ശീതക്കാറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, തടഞ്ഞു നിർത്തുന്നുണ്ട്. അപ്പൊ മക്കളെ, നിങ്ങൾ നോക്കി, ടെക്സ്റ്റ് ഈ പറയുന്ന കാര്യം നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നത് 3 എണ്ണങ്ങൾ പഠിച്ചാൽ മതി. എന്തൊക്കെയാണ്? ഫോറിൻ ഇൻവേഷനെ ബ്ലോക്ക് ചെയ്യുന്നു, മൺസൂണിനെ ബ്ലോക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ എന്താണ്, ഡ്രൈ കോൾഡ് വിൻസിനെ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പൊ സിമ്പിൾ അല്ലേ? ഈ 3 എണ്ണം നിങ്ങൾക്ക് പഠിക്കാൻ എന്തെങ്കിലും പടിയുണ്ടോ? ഫോറിൻ ഇൻവേഷനെ ബ്ലോക്ക് ചെയ്യുന്നു, മൺസൂൺ വിൻസിനെ ബ്ലോക്ക് ചെയ്യുന്നു, ഡ്രൈ കോൾഡ് വിൻസിനെ ബ്ലോക്ക് ചെയ്യുന്നു. എല്ലാം ബ്ലോക്ക് ആണ് അല്ലെ, നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. ബ്ലോക്ക് ദ മൺസൂൺ വിൻ, ഇറ്റ് ബ്ലോക്ക് ദ മൺസൂൺ വിൻ, ഓർ ഇറ്റ് ബ്ലോക്ക് ദ എന്താണ്, ഡ്രൈ കോൾഡ് വിൻ ഒക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ ഈ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നു, ഈ വിദേശ ആക്രമണത്തെ തടഞ്ഞു നിർത്തുന്നു, അതുപോലെ തന്നെ ഈ പറഞ്ഞ വരണ്ട ശീതക്കാറ്റിനെ തടഞ്ഞു നിർത്തുന്നു. ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾ നോക്ക്, ഒരു 4 മാർക്കിന്റെ ചോദ്യത്തിൽ ഓൾറെഡി 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ ഡീലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും അല്ലെ, എളുപ്പത്തിൽ നമുക്ക് കിട്ടും. ഇനി വേണമെങ്കിൽ നമുക്ക് അതല്ലാതെ വേറൊരു പോയിന്റ് കൂടി ഉണ്ട്, നമുക്ക് 2 രീതിയിലേക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഴ്സ് റീജിയൻ ഓഫ് റിവേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം, അത് വേറൊരു പോയിന്റ് ഉണ്ട്. അതേപോലെ ഇറ്റ്സ് എ സെന്റർ ഓഫ് ഡൈവേഴ്സ് ഫ്ലോറ ആൻഡ് ഫോണ അല്ലെ, ഈ പറയുന്ന സസ്യജന്തുജാലങ്ങളുടെ കേന്ദ്രമാണ്. അതിൽ ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഴുതി വെക്കാം. അപ്പൊ മക്കളെ, ഇത് നിങ്ങൾക്ക് നോക്ക്, ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പഠനത്തിന് നിങ്ങൾക്ക് കൊണ്ടുപോകണം. അങ്ങനെയാണ് സോഷ്യൽ സയൻസിനകത്ത് വലിയ ഏരിയകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെയൊക്കെ ഷോർട്ടാക്കി സിമ്പിൾ ആക്കി നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക കേട്ടോ. അപ്പൊ ഇത് ഓക്കെ അല്ലേ, അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 4 മാർക്കെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സാമിന് കിട്ടും. ഇനി അടുത്തതിലേക്കാണ് ഞാൻ പോകുന്നത്. മക്കളെ ശ്രദ്ധിച്ചോളൂ, പ്രധാനമായിട്ടും ഈ പറയുന്ന പെനിൻസുലാർ റിവേഴ്സ്, അതുപോലെ തന്നെ ഹിമാലയൻ റിവേഴ്സ്, 2 ടൈപ്പ് ഓഫ് റിവേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഹിമാലയൻ റിവേഴ്സും അതുപോലെ തന്നെ എന്താണ്, പെനിൻസുലാർ റിവേഴ്സും. ഹിമാലയൻ റിവേഴ്സിൽ നിങ്ങൾ നോക്കിയതാ, ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന ഈ ഒരു റിവറാണ് ഇത് ഇൻഡസ്. അതേപോലെ തന്നെ ഇതിലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇന്ത്യയിലേക്ക് കയറുന്നതാണ് ഇത് ബ്രഹ്മപുത്ര. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തൂടെ ഇതിലെങ്ങനെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന റിവറാണ് ഇത് ഗംഗ. അപ്പൊ 3 പ്രധാനപ്പെട്ട റിവേഴ്സ് ആണ് ഹിമാലയൻ റിവേഴ്സ് അല്ലേ. ഹിമാലയൻ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിച്ചോളൂ, ഹിമാലയം, ഇതാണ് ഇത് ഹിമാലയൻ റിവേഴ്സ്. ഹിമാലയൻ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഹിമാലയൻ റിവേഴ്സ് അല്ലെ. ഹിമാലയൻ റിവേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ മക്കളെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഹിമാലയൻ റിവേഴ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. മക്കളെ, ഇതാണ് ഏറ്റവും വലുത്. ഏറ്റവും വലിയ റിവേഴ്സ് ഏതാണ്? ഹിമാലയൻ റിവേഴ്സ് ആണ് ഏറ്റവും വലുത്. പെനിൻസുലാർ റിവേഴ്സ് ബാക്കി ഇതാ, നർമ്മദ, താപ്തി, അതുപോലെ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, ഇതൊക്കെ ഏതാണ്, പെനിൻസുലാർ റിവേഴ്സ് അല്ലെങ്കിൽ ഉപദ്വീപീയ നദികളാണ്. അത് ചെറുതാണ്, ഇതിനെ വെച്ച് നോക്കുമ്പോൾ അതെന്താണ്, ചെറുതാണ്. അപ്പം ഏറ്റവും വലുത് ഹിമാലയൻ റിവേഴ്സ് ആണ്. വലുതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വേർഡ് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് എന്നല്ലേ മക്കളെ, ബിഗ് ആണ്. ബിഗ് എന്ന് പറഞ്ഞ ഒരു കോഡിലൂടെ നമ്മൾ ഹിമാലയൻ റിവേഴ്സ് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ബി എന്ന് പറഞ്ഞാൽ ആരെയാണ്, ബ്രഹ്മപുത്രയാണ് ഉദ്ദേശിച്ചത്. ഐ എന്ന് ഉദ്ദേശിച്ചത്
ആരെയാണ്? ഈ പറഞ്ഞ ഇൻഡസിനെയാണ്. ജി എന്ന് പറഞ്ഞാൽ ആരെയാണ് ഉദ്ദേശിച്ചത്? ഈ ഗംഗയാണ്. അപ്പൊ നിങ്ങൾ നോക്കി, ഏറ്റവും വലിയ റിവേഴ്സ് ഏതാണ്? ഹിമാലയൻ റിവേഴ്സ് ആണ്. അപ്പൊ ഏറ്റവും വലുതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ഈ പറഞ്ഞ ബിഗ് എന്നാണ് ഏറ്റവും വലുതിന് നമ്മൾ നീന്തുന്നത് പറയുന്നത്. അപ്പൊ ഈ ഒരൊറ്റ കോഡിലൂടെ മക്കളെ ശ്രദ്ധിച്ച, ഈ ഒരൊറ്റ കോഡിലൂടെ ഹിമാലയൻ റിവേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഏതൊക്കെയാണെന്നുള്ളത് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നെക്സ്റ്റ് വൺ മക്കളെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് ഇനി നമ്മൾ പറയുന്നത്. മക്കളെ, എക്സാമിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഹിമാലയൻ റിവേഴ്സും അതുപോലെ തന്നെ ഈ പറയുന്ന പെനിൻസുലാർ റിവേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഉപദ്വീപിയൻ നദികളും. ഇത് താരതമ്യം ചെയ്തിട്ട് എഴുതാൻ നിങ്ങളോട് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഇതിനെ കമ്പയർ ചെയ്ത് എഴുതാൻ നിങ്ങളോട് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. മക്കളെ, നിങ്ങൾ മൊത്തം നോക്കിയാൽ മതി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പോയിന്റുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 12 ബോക്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഓരോന്നിലും ഇപ്പൊ ഹിമാലയൻ റിവേഴ്സ്, ഹിമാലയൻ നദികളാണെങ്കിൽ ഹിമാലയൻ നദിയുമായി ബന്ധപ്പെട്ട് 6 പോയിന്റ് അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപദ്വീപിയൻ നദികൾ അല്ലെങ്കിൽ ഉപദ്വീപിയൻ റിവേഴ്സിലാണെങ്കിൽ ഈ പറഞ്ഞ പെനിൻസുലാർ റിവേഴ്സ് ആണെങ്കിൽ അതിനെ പ്രധാനപ്പെട്ട ഒരു 5-6 പോയിന്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെയും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, ഇങ്ങനെയുള്ള ഈ ഒരു ബോക്സിനകത്ത് ഏകദേശം ഒരു 10-12ഓളം പ്രധാനപ്പെട്ട പോയിന്റ് ബോക്സുകളുള്ള ഇതിനകത്ത് നിങ്ങൾ വെറും 4 ബോക്സ് പഠിച്ചാൽ മതി. അതായത് വെറും 4 ബോക്സ്. അതായത് ഇതിപ്പോ ഒരു ബോക്സ്, അതേപോലെ തന്നെ ഇതൊരു പോയിന്റ് അല്ലേ, ആ ഒരു പോയിന്റ്, അതുപോലെ തന്നെ ഇതിലൊരു പോയിന്റ്, ഇതിലൊരു പോയിന്റ്, ഇങ്ങനെയുള്ള പോയിന്റ് അല്ലേ, അതിൽ വെറും 4 പോയിന്റ് നിങ്ങൾ പഠിച്ചാൽ മതി. അതെങ്ങനെയല്ലേ? അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറാ എങ്ങനെയാണുള്ളത്? അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിച്ചോട്ടോ. ഒറ്റ കാര്യം നോക്കി, എല്ലാത്തിലും നിങ്ങൾ നോക്കിയാട്ടോ. ഒന്നാമത് ഹിമാലയൻ റിവേഴ്സ്, ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ് ഹിമാലയൻ മൗണ്ടൻസ് ആണ്. എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. പെനിൻസുല ആണെങ്കിൽ എവിടെയാണ്? ഈ പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്നാണ് അല്ലേ, അറിയാം. ഇനി നെക്സ്റ്റ് നോക്ക്, അടുത്ത നോക്കിയല്ലോ. ഹിമാലയൻ റിവേഴ്സ് ഏറ്റവും വലുത്, ഈ എല്ലാത്തിലും വലുതാണ്. ഈ ഹിമാലയൻ റിവേഴ്സ് എല്ലാം എന്താണ്, ബിഗ് ആയിരിക്കും. ഇതൊക്കെ എന്തായിരിക്കും, സ്മോൾ ആയിരിക്കും, എല്ലാം ചെറുതായിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കിയാട്ടോ, ഹിമാലയൻ റിവേഴ്സ് നോക്കിയോളെ എക്സ്റ്റെൻസീവ് കാച്ച്മെന്റ് ഏരിയ ആണ്. അപ്പൊ എക്സ്റ്റെൻസീവ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി സ്മോളർ കാച്ച്മെന്റ് ഏരിയ. കണ്ടോ, സ്മോളർ ആണ്, ചെറുതാണ്, കണ്ടില്ലേ? അപ്പൊ നോക്കി, ഒരു കോളം ഇത് പഠിക്കാം. പിന്നെ രണ്ടാമത് ഇത് കോളം പഠിച്ചാൽ മതി. എക്സ്റ്റെൻസീവ് കാച്ച്മെന്റ് ഏരിയ. എക്സ്റ്റെൻസീവ് കാച്ച്മെന്റ് ഏരിയ ഉണ്ടെങ്കിൽ അതിനെ ഏറ്റവും ഓപ്പോസിറ്റ് ആക്കി നിങ്ങൾ ഇപ്പൊ തന്നെ എഴുതിയാൽ മതി കേട്ടോ. ഇനി അടുത്ത നോക്കിയോട്ടോ, അടുത്ത ബോക്സ് പഠിച്ചാൽ മതി. അടുത്ത ബോക്സ് നോക്കിയോളെ. അടുത്ത ബോക്സ് ഇന്റൻസീവ് ഇറോഷൻ ആണ്. ഇന്റൻസീവ് ഇറോഷൻ ഇതുപോലെ തന്നെ എന്താണ്, ഈ പറഞ്ഞ അപരദനം കൂടുതലാണ്. അപ്പൊ ഹിമാലയൻ നദികളിൽ അപരദനം കൂടുതലാണെങ്കിൽ ഓപ്പോസിറ്റ് ഈ പെനിൻസുലാർ റിവേഴ്സിൽ എന്തായിരിക്കും, ഇന്റൻസിറ്റി കുറവായിരിക്കും അല്ലെ, ഈ പറഞ്ഞ ഇറോഷൻ കുറവായിരിക്കും. അപ്പൊ നോക്ക്, ഇന്റൻസിറ്റി ഓഫ് ഇറോഷൻ ഈസ് ലെസ്. കണ്ടോ? അപ്പൊ നോക്കിയാൽ മതി, ഒരു ഭാഗത്ത് നിങ്ങൾ ഈ പറഞ്ഞ ഹിമാലയൻ റിവേഴ്സിന്റെ എല്ലാം നിങ്ങൾ കൂട്ടി എഴുതുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്താൽ മതി, അതൊക്കെ ഓപ്പോസിറ്റ് ആക്കി എങ്ങനെ എഴുതിയാൽ മതി. അതായത് എല്ലാം കുറവായിരിക്കും, അത് എഴുതിയാൽ മതി. ഇനി അടുത്തത് ബോക്സ് നിങ്ങൾ പഠിക്കണം. പകരം ലാസ്റ്റ് നോക്കിയാൽ മതി, ഹൈ ഇറിഗേഷൻ ഫെസിലിറ്റി, ഹൈ ഇറിഗേഷൻ പൊട്ടൻഷ്യൽ ആണ്. അതാണ് അടുത്ത ബോക്സ് 4. അപ്പം നിങ്ങൾ നോക്കിയാൽ ഓപ്പോസിറ്റ് നോക്കിയോളൂ, ഇതാണ്ടോ, ലെസ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് അല്ലെ, ജലസേചന ശേഷി എന്താണ്, കുറവാണ്. അപ്പൊ നോക്ക്, അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മക്കളെ, നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒന്ന് ഈ ഒരു ബോക്സ് പഠിക്കുക, അതേപോലെ തന്നെ രണ്ടാമത്തത് ഈ ബോക്സ് പഠിക്കുക, മൂന്നാമത്തത് ഈ ബോക്സ് പഠിക്കുക, നാലാമത്തത് ഈ ബോക്സ് പഠിക്കുക. ഇതൊക്കെ ഈ 4 പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഈ ഒരു 4 പോയിന്റ് നിങ്ങൾ പഠിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും ഓപ്പോസിറ്റ് ആയിരിക്കും ഇത് മറ്റേത് ഉണ്ടാവുക. ആദ്യത്തെ പോയിന്റ് മാത്രം നിങ്ങൾക്ക് അറിയാലോ, ഹിമാലയൻ റിവേഴ്സ് ഹിമാലയത്തിൽ നിന്നാണ്, പെനിൻസുലാർ റിവേഴ്സ് പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്നാണ്. അത് നമുക്ക് എന്തായാലും അറിയും. ബാക്കിയുള്ള 1, 2, 3, 4 പോയിന്റുകളില്ലേ, ഈ പോയിന്റുകളൊക്കെ ഒരു സ്ഥലത്ത് എക്സ്റ്റെൻസീവ് ആണെങ്കിൽ ഇപ്പുറത്ത് എന്തായിരിക്കും, സ്മോളർ ആയിരിക്കും. ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ ഇന്റൻസീവ് ഇറോഷൻ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഇറോഷൻ ലെസ് ആയിരിക്കും, അതായത് അപരദനം കുറവായിരിക്കും. ഒരു സ്ഥലത്ത് ഈ ജലസേചന ശേഷി ഹൈ ആണെങ്കിൽ, ഈ പറയുന്ന ജലസേചന ശേഷി കൂടുതലാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ലെസ് ആയിരിക്കും, അത് കുറവായിരിക്കും. അപ്പൊ പറഞ്ഞില്ലേ, ഈ രീതിയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് പോകാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വലിയൊരു ഭാഗം ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് വലിയൊരു ഭാഗമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇത്തരത്തിലേക്കുള്ള സിമ്പിൾ ട്രിക്സിലൂടെ എന്ത് ചെയ്യാം, നിങ്ങൾ ഇങ്ങനെ പഠിച്ചെടുത്താൽ മതി. ഇങ്ങനെ പഠിച്ചെടുത്താൽ നമുക്ക് സോഷ്യൽ സയൻസിനകത്ത് ഈ കണ്ടന്റ് ഒരുപാട് ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ, അത് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, തീർക്കാം മക്കളെ. അപ്പൊ മക്കളെ ദാ നോക്കിക്കോളൂ, ഇതിൽ മലയാളം മീഡിയത്തിലുള്ള ആൾക്കാരും കൂടി ശ്രദ്ധിച്ചോളൂ. 1, 2, 3, ഇതൊക്കെ 4 ഈ 4 ബോക്സുകൾ കേട്ടോ. ഇത് 4 ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ മക്കളെ, ഇത്തരത്തിലേക്കുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലേക്കുള്ള സിമ്പിൾ ട്രിക്സുകളും കാര്യങ്ങളുമായിട്ടൊക്കെ തന്നെ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പം ആ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ലൈവിനകത്തേക്ക്, പബ്ലിക് ലൈവിനകത്തേക്ക് എല്ലാ ആൾക്കാരും വരും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുക. അതുകൂടാതെ നാളെ കൃത്യം 6 മണിക്ക് നടക്കുന്ന മോർണിംഗ് ബൂസ്റ്ററിലും എന്ത് ചെയ്യുക, കൃത്യമായി പങ്കെടുക്കുക. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി എന്ത് ചെയ്യും, നമ്മൾ അതിന്റെ ഡിസ്കസ് ചെയ്യും. സോ എല്ലാ ആൾക്കാർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജെ സി ബൈ.